ഇന്ന് കോളേജിലെ അപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇന്നൊരു എന്തുവാ വണ്ടേപ്പുറം. അപ്പം അപ്പച്ചൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് കാത്തിരിപ്പ് യോഗം ഉണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞൊരു 6:30 ഇങ്ങനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. 6:30 തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ദീനാമ്മ ഒറ്റ പെങ്കച്ചല്ലേ ഉള്ളു, എന്തിനാ ഒത്തിരി, ഒരെണ്ണം മതിയല്ലോ. അപ്പം ദീനാമ്മ വയ്യ വീട്ടിൽ നിന്ന് ഒരു പോക്ക് പോയി. എങ്ങനെയാ പോയതെന്ന് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിലും പോയതിന്റെ ചെറിയ ചിത്രം ഞാൻ തരാം. ദീനാമ്മ ഒന്ന് വായിച്ചത്. ദീനാമ്മ എങ്ങനെയാ പോയെന്ന് ഉൽപ്പത്തിയിലില്ല, യെശയ്യാ 3:16 ഉൽപ്പത്തി തപ്പി ഊപ്പാട് വന്നാൽ കാണുകയില്ല. മിസ് ദീന എങ്ങനെ പോയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഏത് പരുവത്തിനാ ദീനാമ്മ ഇറങ്ങിയെന്ന്. മൈക്കൂടെ വായിര് 3:16 മുതലാ കണ്ണിക തുടങ്ങുന്നത് മുതൽ. യഹോവ പിന്നെയും അരുളിച്ചത് എന്തെന്നാൽ സിയോൻ പുത്രിമാർ ഒറിജിനൽ സിയോൻ പുത്രി ദീനയാ. യാക്കോബാന്നല്ലോ ഗോത്രത്തിലാണ്, അതിനാണല്ലോ ഈ വംശം ഉടലെടുത്തിങ്ങോട്ട് വരുന്നത്. അപ്പോൾ സിയോൻ പുത്രി ഒറിജിനൽ ദീനായ അതാ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയെന്ന് പറഞ്ഞാൽ പെണ്ണി പിടിച്ച് നീട്ടിയെന്നല്ല, പച്ചയ്ക്ക് എന്ന് പറയാം. ഇവിടെ പിന്നെ വളരെ മാന്യമായിട്ട് യോഗ്യമായിട്ടാ വസ്ത്രം. ഞാൻ പറയുന്ന ഈ രാജ്യത്തിന്റെ നിയമം മാറ്റരുതെന്ന എന്റെ അഭിപ്രായം, മാറ്റരുതെന്ന. ഒന്നുമില്ല, നേരിട്ടവനെ തുണി കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ചിലടത്ത്. എന്നാ ഇത് ആരാധനയ്ക്ക് തന്നെയാണോന്ന് ഇപ്പം ചിലടത്തൊക്കെ ചെന്നാൽ നമ്മൾ തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കേണ്ട ഗതികേടാവുന്നത്. ശക്തിപ്പെട്ടാട്ടെ, വായിച്ചാട്ടെ മത്തായി 8:2, സൂസമ്മ വായിച്ചാട്ടെ ലൂക്കോസ് 4:3. കാരണം നേരെ നോക്കിയാൽ നമ്മളും മനുഷ്യരില്ലയോ. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവിടുത്തെ ഈ നിയമം ഇങ്ങനെ തന്നെ പോട്ടണം. നേരെ ജോബിന് തുണി കൊടുക്കുന്നുണ്ടല്ലോ. സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയെന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ച് നീട്ടിയെന്നല്ല. അതിന്റെ ചിന്ത ഈ ഫ്രണ്ടും ബായ്ക്കുമൊക്കെ കണ്ടമാനം ഇറങ്ങിപ്പോയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. മനസ്സിലായി? ചുരിദാറിന്റെ ബ്ലൗസിന്റെ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ ഈ ഒത്തിരി കട്ടുകളുണ്ടല്ലോ. കണ്ടമാനം ഫ്രണ്ട് താഴോട്ടിറങ്ങി ബായ്ക്ക് പുറകോട്ടിറങ്ങി ഒക്കെ ചെയ്താൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. ദൈവ കുഞ്ഞുങ്ങൾ മാന്യമായിട്ടും യോഗ്യമായിട്ടും ജീവിക്കണം. ലജ്ജാശീലത്തോടും സ്വഭാവത്തോടും കൂടെ പൗലോസ് പറഞ്ഞത് പറഞ്ഞാൽ കടമെടുക്കുക. സബ്ജക്റ്റ് വേറെ ആണെങ്കിലും ആ വാക്യം ഒന്ന് കടമെടുക്കുക. പൗലോസ് പറഞ്ഞ പദമുണ്ട്, പകലെന്ന പോലെ മര്യാദയ്ക്ക് നടന്നോണം. ആ ഭാഷയാണത്. പകലെന്ന പോലെ മര്യാദയ്ക്ക്. അപ്പൊ ഇതിനകത്ത് ഒരു മര്യാദയില്ല. കഴുത്തൊക്കെ നീട്ടി വൈര് എറികൊണ്ടിട്ട് നേരെ നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ രാമൻകാക്ക പോകുമ്പോലെ എറികൊണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും ഈ ചിലരുടെ ചെരുപ്പിന്റെ പുറകെ കണ്ട ഇവളെങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പട്ടിയെങ്ങാനും കടിക്കാൻ വന്ന തത്തി എറികൊണ്ടിട്ട് വിസ്തരിക്കാൻ നേരെ വായില് കാലുകൊണ്ട് ചിലമ്പൊലിയൊക്കെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം അവരുടെ പുണ്യപ്രദേശങ്ങളെ നഗ്നമാക്കിയിട്ട് അന്ന് കർത്താവരുടെ കാച്ചിലപ്പുകളുടെ അലങ്കാരം, പിന്നെ അവരുടെ നെറ്റിപ്പട്ടം, കടകം, കവണി, നടപ്പാവ്, കാൽത്തള, പട്ടകച്ച പരിമളപ്പെട്ട് വകട്ടുകൂട്ട് മോതിര ശാന്ത ദർപ്പമണ്ണ് ക്ഷോഭമണ്ണ് കണ്ണവണ്ണ് മൂടുമണ്ണ് കല്ലാവ് ചെറുസഞ്ചി കല്ലാവ് മൂടുപടം എന്നിവ നീക്കം. ചുരുക്കി പറഞ്ഞാൽ ഈ പരുവത്തിന മിസ് ദീന വീട്ടിൽ നിന്ന് മിസ് ദീന പെൺപിള്ളേരുള്ള അമ്മമാര് പെൺപിള്ളേരെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിക്കണം. ഒന്നുകൂടെ ഞാൻ എല്ലായിടത്തും പറയുന്നത് ഒന്നുകൂടെ പറയാം. കൊച്ചു പെൺപിള്ളേർക്ക് മൊബൈൽ ഒന്നും മേടിച്ചു കൊടുക്കാതിരിക്കുന്ന നല്ലത്. കുഞ്ഞു പെൺപിള്ളേർ ഇപ്പൊ പിള്ളേരെ വേണേ എന്നെ ഏറ്റും ഞാനിന്ന് പോവുക. ഇനി ചില പെൺപിള്ളേർ ശാഠ്യമുള്ള പെൺപിള്ളേരുണ്ട്. തന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നാട്ടിലൊക്കെ പറഞ്ഞ കണക്റ്റിൽ അപ്പൊ തള്ള അവർക്ക് ആകെ ഒന്നേ ഉള്ളത് കണക്ക് ചാടിയാനായിട്ട്. കാരണം അപ്പൊ തള്ള ഒരു കാര്യം ചെയ്യും, ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തു എങ്ങനെയും ഓക്കെ. അങ്ങനെ മൊബൈൽ കൊടുത്താൽ അമ്മ ശ്രദ്ധിക്കണം,
ഇവൾ ആർക്കാ കോൾ ചെയ്യുന്നത്, എത്ര നേരം ചെയ്യുന്നു, ആരോടാ സംസാരിക്കുന്നത്, രാത്രിയിലാണോ, ഊണറക്കം തഞ്ചിക്കഴിഞ്ഞാണോ, ഒറ്റയ്ക്കിരുന്നാണോ, സംസാരിക്കുമ്പോൾ തിക്കും പൊക്കും നോക്കുന്നുണ്ടോ, ആരേലും വരുമ്പോ അങ്ങ് കട്ടാക്കുന്നുണ്ടോ, എത്ര നേരമാണ്, ഇതൊക്കെ അമ്മ ശ്രദ്ധിക്കണം. തന്നെയല്ല, ചുരുക്കി പറഞ്ഞ അമ്മയ്ക്ക് ഏത് സമയത്തും മോടെ മുറി കയറിച്ചല്ല, അപ്പനൊക്കത്തില്ല. ഒരു പ്രായമായ അതിന് പരിമിതിയുണ്ട്, അപ്പന്മാർക്കൊക്കത്തില്ല. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും കയറിച്ചല്ല. അപ്പൊ അമ്മ എന്തും ചോദിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ അതിര് വിട്ട് സംസാരിക്കുമ്പം ചോദിക്കണം, എടി ആരാ കോൾ ചെയ്തത്, ഇന്നലെ ഈ സമയത്ത് നിനക്ക് കോൾ വന്ന് ഞാൻ അപ്പുറം കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ആരാ വിളിച്ചത്, ആരാ നമ്പറിൽ വന്ന്. അവൾ പറയാം, അത് എന്റെ ഫ്രണ്ടാണ് മമ്മി. ഏത് ഫ്രണ്ട്? അത് കിസിയ. കിസിയ എന്തിനായിരുന്നു? അത് മാത്തമാറ്റീഷ്യന്റെ ഒരു ഡൗട്ട്. കാരണം ഇവള് ഒരു മാത്തമാറ്റീസാണ്. ഞാന് അമേരിക്ക ചെന്നപ്പോ പേര് പറയത്തില്ല, മോശമല്ലയോ. ഞാൻ ചോദിച്ചു, അവിടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? ഓ, പിള്ളേരൊക്കെ ഒരു മാത്തമാറ്റിക്സാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, പിള്ളേരെല്ലാവരും. അപ്പൊ അമ്മ ചോദിക്കണം, ആരുടെ കോണം നോക്ക്, ഏത് കണക്കാ ഇതാ, അമ്മ ചോദിക്കണം. അമ്മ എങ്ങനെ ചോദിക്കാൻ? അമ്മയ്ക്ക് 2 കോളാ വന്നോണ്ടിരിക്കുന്നത്. സാമ്പത്തിക മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. കുലീന സ്ത്രീകളുണ്ട്, അവർക്കായി സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരു ഭാഷയുണ്ട്, മാന്യ സ്ത്രീകൾ. അങ്ങനെ തന്നെ കിടക്കുന്നത്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. വല്ലാത്ത ദുഷ്ടതലമുറയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ചതിക്കുവാൻ, നശിപ്പിച്ച് കളയുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി തകർത്ത് കളയുവാൻ, അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ, അവരുടെ ഭാവിയെ തച്ചുടയ്ക്കുവാൻ കച്ചകെട്ട് നിൽക്കുന്ന വയലുകളുടെ തന്ത്രമുണ്ട്. ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടി അവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൊരുതുവാൻ ദൈവാത്മാവ് ഇതോട് പറയുകയാണ്. ഹല്ലേലൂയ. ലിഖിതമായ പ്രമാണമില്ലെങ്കിൽ ഒരു ചിന്ത പറയാം. കൊച്ചുങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്ന് മുട്ട കുത്തി അവരുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അതിന് ലിഖിതമായ വാക്യമൊന്നുമില്ലെങ്കിലും എന്റെ ഒരു അഭിപ്രായമാണ്. നമുക്കും ചെയ്യാം, ഞാൻ ചെയ്യാറുണ്ട്. എന്റെ ഒരു മോനുണ്ട് ചോദിച്ചാ, ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ലേറ്റായിട്ട് ചെന്നാലും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. അതിന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകുകയുള്ളൂ. സ്തോത്രം. കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ദോഷമൊന്നും വരുത്തരുത്, ആകാത്ത വഴികളിൽ പോകരുത്, ദൈവകൃപയിൽ വളർന്നു വരണം, ദുഷ്ടം ദൃഷ്ടി വെക്കരുത്, ശത്രു കാണരുത്. പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ അമ്മ ഇച്ചിരി ഉപദേശം പറയാനും അമ്മ അല്ലയോ, ഈ കുഞ്ഞുങ്ങളെ എല്ലാ ചിത്താന്തത്തിനും തുള്ളരുത്. ചില അമ്മമാരൊക്കെ സഭയിലൊക്കെ വന്ന് ക്രെഡിറ്റ് പറയും, എന്തോ ഇതിനെക്കുട്ടി താമസം, ഓ എന്റെ അമ്മാമ്മ എന്തോ ടെൻഷനാണ്. എന്തോ ടെൻഷൻ? ഓ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ അതിൻ്റെ ഒന്നും വേണ്ട ഓർക്കും. അതും മൂത്തവനാന്നെ ചിക്കൻ വേണം, ചിക്കൻ. പിന്നെ മൂക്കാണെങ്കിൽ ഫിഷ് മോളി, അവർക്ക് ലില്ലി പോരാ, ഫിഷ് മോളി, ഫിഷ് മോളി. പിന്നെ ഇതൊക്കെ സഹിക്കാം. പപ്പായ്ക്കാന്ന് മട്ടൺ സ്റ്റൂ. വേറൊന്നും പപ്പ എന്ത് മട്ടൻ തിന്ന് അപ്പനാ, ഭാര്യയിൽ നിന്ന് ഊപ്പാട് വന്ന അപ്പനാ. ഇപ്പം ഇവിടെ വന്നപ്പോ അങ്ങ് മട്ടൺ സ്റ്റൂ, മട്ടൺ സ്റ്റൂ. ഇതൊക്കെ സഹിക്കാം. ബ്ലസനെയാണ് നമുക്ക് ഒരു തരത്തിൽ വഹിക്കാൻ. അതെന്തോ അവന് ബീഫ് ഒലത്തി കൊടുക്കണം. കുഴപ്പമില്ല, അവൻ തിന്നേച്ച് നിന്നെ ഒലത്തും. അവനെ ഒലത്തി അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ നന്നായിട്ട് തിന്നേച്ച് ആരോഗ്യം വരുമ്പോ നിന്നെ ഒലത്തും. ഒക്കെ നിന്റെ മാപ്പിളേനെ കൂടെ അവന് ഒലത്തും. അന്നേരം എന്റെ അടുക്ക പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഞാൻ നിന്നെ ഒലത്തും. അതുകൊണ്ട് വലിയ ഒലത്തൊന്നും വേണ്ട. ഒരു ചിന്ത പറയാം, ഇഷ്ടമുണ്ട് ജോലിയില്. രോഗികളും പ്രായമുള്ളവർക്കും എല്ലാം ഭക്ഷണം ഒക്കത്തില്ല. അതല്ല എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ എല്ലാരും കഴിക്കാൻ ശീലിപ്പിച്ചെടുക്കണം. ഉപ്പുമാവാന്ന് ഉപ്പുമാവ്, ചപ്പാത്തിയാന്ന് ചപ്പാത്തി, പുട്ടാന്ന് പുട്ട്, റൊട്ടിയാന്ന് റൊട്ടി, കഞ്ഞിയാന്ന് കഞ്ഞി, കപ്പയാന്ന് കപ്പ. അത് കഴിപ്പിക്കാൻ അമ്മമാര് ശീലിപ്പിച്ചെടുക്കണം. ഇപ്പൊ ശീലിപ്പിച്ചെടുത്താൽ ഭാവികൾ ദുഃഖിക്കണ്ട. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. പൗലോസ് പറഞ്ഞേക്കുന്നത് ശീലിപ്പിക്കണം തന്നെ പറഞ്ഞേക്കുന്നത്. അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ഒന്ന് ഏതായാലും വന്നായിരിക്കും വായിച്ചു. തീത്തോസ് 2:1 മുതൽ വായിച്ചു വന്നാലും പെട്ടെന്ന് കാര്യം മനസ്സിലാകും.
നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിനും സ്നേഹത്തിനും സഹിഷ്ണുതയുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ. നന്നായിട്ട് വായിക്കുന്നു. വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ. സൂക്ഷിച്ചു. വൃദ്ധമാർ ഇല്ലയോ? വൃദ്ധമാരും വായിച്ചോ. അങ്ങനെ തന്നെ നടപ്പിൽ. വൃദ്ധമാരും അമ്മമാര് വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ. പവിത്ര യോഗ്യന്മാരും. പുല്ലിംഗമല്ല, സ്ത്രീലിംഗമാണ്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അനുഭവപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും മാനവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. കണ്ടോ, ഇതൊക്കെ നിന്ന് പറയേണ്ടതായിരിക്കുന്നില്ല. 7 കൂട്ടം കാര്യം അമ്മമാര് ശീലിപ്പിക്കണം. ഇടയ്ക്ക് കയറി പറയാം, ഈ കൊച്ചു പെൺപിള്ളേരെ അമ്മമാര് അടുക്കളപ്പടുത്തം പഠിപ്പിച്ചോണം. സെക്കുലർ പഠിത്തം അത്യാവശ്യമാണ്. ഈ വന്ന കാലത്ത് അത് അത്യാവശ്യമാണ്. അതിലും അത്യാവശ്യമാണ് അടുക്കളപ്പടുത്തം. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെയും കൂടെ ഒന്ന് കേൾക്കണം. വെക്കാനും വിളമ്പാനും തൂക്കാനും തുടയ്ക്കാനും അരിയാനും പുറക്കാനും കരുകാനും തുടയ്ക്കാനും ഒക്കെ അമ്മ മോളെ പഠിപ്പിക്കണം. കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നെങ്കിൽ തലമുറയെ വിവാഹം കഴിക്കണം. എന്നാണ് ഞാൻ പറഞ്ഞ പോലത്തെ പറഞ്ഞ ഞാൻ GPM പോകുന്നു. ഞാൻ പറഞ്ഞ നല്ല അങ്ങോട്ട് തന്നെ ചെല്ലണം. GPM നല്ല കാഞ്ഞ വള്ളമാരുണ്ട് അവിടെ. നല്ല സുഖമായി വിവാഹമെല്ലാം കഴിക്കാതിരിക്കുക. നീ എന്തെന്നൊക്കെ അങ്ങോട്ട് തന്നെ തുണി കഴുകുന്നതിന്റെ ഊപ്പാട് വരും. നല്ല ചെല്ലുകാനെ അങ്ങോട്ട് തന്നെ ചെല്ലണം. ഞാൻ പോട്ടെ. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ ഇത് പഠിപ്പിക്കണം. അടുക്കളപ്പടുത്തം അങ്ങനെയൊക്കെ അടുക്കളപ്പടുത്തം പഠിപ്പിച്ച് മിടുക്കിയാക്കി കെട്ടിച്ചു വിട്ടാൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധുക്ക വീട്ടിൽ ചെല്ലാം. അല്ലെങ്കിൽ അമ്മ പറയും, എനിക്ക് ഭേബയെ നിന്നെ ഒന്ന് കാണണം, ഒരു കാര്യം ചെയ്യും, കുമ്പനാട്ട് നമുക്ക് മാവിന്റെ ചോട്ട് വെച്ച് കാണും. അമ്മ മോളോട് പറയാ. അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വരും, നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല, ഞാൻ ആ താഴത്തെ വെയിറ്റിംഗ് ഷെഡിലാണ് ആ മോളെ കെട്ടിച്ചു വിട്ടേ. അവരുടെ വീട് നേരെ മേളിൽ കയറി ചെല്ലാൻ ഒക്കത്തില്ല. അവിടുത്തെ തള്ള നിന്നെ കാണാനിരിക്കുക. കാരണം നല്ലൊരു വാറതാനെ അങ്ങോട്ട് കൊടുത്തേക്കുന്നു. അവിടുത്തെ തള്ളാന്ന് നേരെ വെച്ച് ഫോട്ടോ ചിരിച്ചു നിന്നൊരു ഫോട്ടോ അവരുടെ കണ്ണിൽ പെട്ടിട്ടുള്ളു. പിന്നെ അവര് നിന്നെ കണ്ടിട്ടില്ല. അവരന്ന് മുതൽ നിന്നെ നോക്കിയിരിക്കുക. റോഡ് പണി കിട്ടും നെറ്റിലും എടുത്തു വെച്ചിട്ടുണ്ട്. കയ്യെ കെട്ടിൽ എറിഞ്ഞ് നിന്നെ അവര് തകർക്കും. അത് നിനക്ക് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞ വെയിറ്റിംഗ് ഷെഡ് വരെ വരുവോളം. ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് വിടുക. പിള്ളേരെ അന്തസ്സായിട്ട് വളർത്തി പഠിപ്പിച്ച് മിടുക്കിയാൽ അമ്മമാർക്ക് ബഹുമാനമാണ്. അത് നമ്മുടെ വിഷയത്ത് വരാം. ധീര തത്തി എറുകണ്ണിട്ട് ചെലമ്പണി കേൾപ്പിച്ച് പട്ടുകച്ചയും പരിമളപ്പെട്ടി എന്ന് പറഞ്ഞാൽ പെർഫ്യൂം, വിലയേറിയ പെർഫ്യൂം ഇതൊക്കെ അടിച്ച് കണ്ണുമൊക്കെ ഇട്ട് മൊബൈലിൽ തോട്ടി മാന്തി തട്ടി അങ്ങോട്ട് വിട്ടപ്പം അവിടെ അടുത്ത കലിങ്കലിൽ പോണ്ടായിരുന്നു. ആരാ ചേകൻ. അവൻ കലിങ്കല് ഇങ്ങോട്ട് തട്ടി. ഇവിടെ എറുകണ്ണിട്ടപ്പോ അവൻ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട്. അവൻ അവളെ കൊണ്ട് അവിടെ വീട്ടിൽ അവിടെ ചെന്നപ്പോ അവൻ ചോദിച്ചു, പക്ഷേ നീ ബന്ധിക്കോസുകാരിയാണോ എന്ന് ചോദിച്ചു. ഉടനെ അവള് പറഞ്ഞു, ഞങ്ങൾ പഴയ ബന്ധിക്കോസുകാരാണ് പറഞ്ഞു. അയാൾ ശേഖരൻകാരൻ നല്ല മനുഷ്യൻ. അവരുടനെ അവളെ അവിടെ നിർത്തിയേച്ച് സുക്കോത്ത് വന്നു. യാക്കോബിന്റെ വീട്ടിൽ. സുക്കോത്തിൽ ആർക്കെന്നെങ്കിലും വീട്ടുപേരിട്ടേക്കുന്ന ബെഥേൽ കോട്ടേജ്. ബെഥേലിൽ പോയിട്ട് പോലും ഇല്ല. വീട്ടുപേര് ബെഥേൽ കോട്ടേജ്. ഗേറ്റേലും ഉണ്ട്, മതിലേലും ഉണ്ട്. ബെഥേൽ കോട്ടേജ്. താമസിക്കുന്ന സുക്കോത്തില്ല. പിന്നെ അവര് വന്നിച്ച് ബെല്ലടിച്ചപ്പം യാക്കോ പറഞ്ഞു വന്നു. അപ്പം എന്റെ ചിന്തയാണ്, യാക്കോ വന്നപ്പം അവര് ചോദിച്ചു, അച്ഛാ ഇത് ബെഥേൽ കോട്ടേജാണ്. അവൻ ഗേറ്റേലും മതിലേലും ഉണ്ടല്ലോ. അല്ല, എന്നാലും ഞങ്ങളൊന്നുകൂടെ കൺഫേം ചെയ്യണം. ആട്ടെ അച്ഛായൻ നിങ്ങൾ പെന്തിക്കോസിലാണോ? ഉടനെ യാക്കോ പറഞ്ഞു, ആണോ, ഞങ്ങളല്ലേ ഇതിവിടെ ഉണ്ടാക്കിയത്. ആണോ? അയ്യോ അച്ഛനൊക്കെയാണ്. പിന്നെ എന്റെ അപ്പച്ചനല്ലയോ സ്റ്റാർട്ട് ചെയ്തത്, ഏബ്രഹാം സാറ്. ഏതാ അബ്രഹാം? യാക്കോബിന്റെ. നിങ്ങളുടനെ വേറെ ചിന്ത പോവാ. ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വേറെ ചിന്ത ഒന്നും കയറി പോകാം.
ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കും. അപ്പൊ യാക്കോബ് പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചനാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഏബ്രഹാം സാർ. യോ ഏബ്രഹാം സാർ, യോ ഞാൻ ഏബ്രഹാം സാറിന്റെ കൊച്ചുമകനാണ്. പിന്നെ അപ്പച്ചൻ അയ്യോ ഇത് തുടങ്ങിയത് പെന്തിക്കോസ് ആണോ? പിന്നെ അപ്പച്ചനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അയ്യോ അപ്പച്ചന്റെ സാക്ഷ്യമൊക്കെ ഒന്ന്. ഞങ്ങളുടെ അപ്പച്ചൻ അന്നത്തെ കാലത്ത് മെസപ്പൊട്ടോമിയയിൽ ഒറ്റയ്ക്ക് സാക്ഷ്യമല്ലാത്ത ഏമാണ്. ഓ അപ്പൊ എബ്രഹാം സാറിന്റെ കൊച്ചുമോനാ? അച്ഛൻ്റെ ഫാദർ എന്റെ അപ്പച്ചനും പാസ്റ്റർ ആയിരുന്നു, ഐസക് പാസ്റ്റർ എന്ന് പറയും. ഡോക്ടർ ഐസക് പാസ്റ്ററുടെ മോൻ രണ്ടാം. അച്ഛൻ ഞാനും സുശേഷ വേലയല്ല, പുതിയ വേലയാണ് നമുക്ക്. എന്നാൽ പഴയ വേലയൊന്നും ഇപ്പം പഴയ വേല ആൾക്കാർക്കെല്ലാം വിവരം വെച്ചത് കൊണ്ട് പഴയ വേലയില്ല. അതാ പുതിയ. സാറ് പാടില്ലയോ? വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, നാട്ടുപാടും തുറന്നുള്ള ജാത സുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ. അസലായി കഴിയണം, ഡ്രസ് നന്നായിരിക്കണം, അസലായി കഴിയണം.